ഒരു വ്യക്തിയെ കൂടി രക്ഷപ്പെടുത്താനുണ്ട്. ഇത് ഉടൻ തന്നെ ഇയാളെയും ഈ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കൂടുതൽ ഉടൻ തന്നെ ആളുകളെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നു. ഒരു വനിത ഉൾപ്പെടെ 4 പേർ ഈ പുഴയിൽ കുടുങ്ങി പോവുകയായിരുന്നു. ഏതായാലും ഇവരെയെല്ലാം പൂർണ്ണമായും കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞൊടിയിടയിൽ ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. അതെല്ലാം ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ഇനി 4ാമത്തെ വ്യക്തിയെ കൂടി ഈ പുഴയിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് നിന്ന് ഇവിടേക്ക് കരയിലേക്ക് എത്തിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഇക്ബാൽ, 3ാമത്തെ ആളെയും കരയ്ക്ക് കയറ്റി അടുത്തയാളെ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അവിടെ നല്ല ഒഴുക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ ഒരു ആശങ്കയുണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. അവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം തുടരുമ്പോഴും ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യം ഉള്ളതാണോ? ഈ പ്രദേശവാസികൾ തന്നെയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പ്രദേശം നന്നായി അറിയാവുന്നതിൻ്റെ ഒരു വിശ്വാസത്തിലായിരിക്കും അവിടെ ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ഇങ്ങനെ ഒരു അപകടം നേരത്തെ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ള പ്രദേശമാണോ? ശ്രുതി, പലയിടങ്ങളിലും ഈ ഗായത്രി പുഴയ്ക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡാം തുറന്നാൽ ഞൊടിയിടിയിൽ ചിറ്റൂര് അതുപോലെ തന്നെ ആലത്തൂർ മേഖലയിലേക്ക് വെള്ളം ഇരച്ചെത്തും. ചിറ്റൂരിലേക്കാണ് ആദ്യം വെള്ളം എത്തുക. ശ്രുതി, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുഴയിൽ കുടുങ്ങിയ 4ാമത്തെ വ്യക്തിയെയും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പുഴ കടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെയും ലൈഫ് ജാക്കറ്റും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെയും ഇപ്പോൾ പുഴ കടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഗായത്രി പുഴയിൽ വലിയ രീതിയിൽ ഒരു ജലനിരപ്പോ അല്ലെങ്കിൽ ശക്തമായ ഒരു ഒഴുക്കോ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ജലം ഇരച്ചെത്തി എന്നാണ് അവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ഇവർ 4 പേരും ഒരു ഉയർന്ന പാറയുടെ മുകളിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഇവർ ശബ്ദമുണ്ടാക്കിയത് കേട്ടാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. 1 മണിക്കൂറോളം എടുത്തു ഇവിടേക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ. ഏതായാലും വിവരം അറിഞ്ഞ ഉടൻ തന്നെ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഈ പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. മന്ത്രിയുടെ ഉൾപ്പെടെ നിർദ്ദേശം ഇവിടേക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. 4ാമത്തെ വ്യക്തിയെയും ഇപ്പോൾ ഈ പകുതി ദൂരം എത്തിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഉടൻ തന്നെ ഇദ്ദേഹത്തെയും രക്ഷിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഏതായാലും വലിയ ഒരു ഒഴുക്ക് പെട്ടെന്നുണ്ടായിരുന്നു. ആ ഒഴുക്കിനെ എല്ലാം തടസ്സമാവുന്ന ആ ഘടകങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ 4 പേരെയും കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. ശ്രുതി, 1 മണിക്കൂറിന് മുമ്പാണ് ഈ 4 പേരും ഈ ചിറ്റൂർ നരണി കോസ്വേക്ക് സമീപത്ത് കുടുങ്ങിപ്പോയത്. പെട്ടെന്ന് എത്തിയ ജലത്തിൽ ഈ പുഴയുടെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. ഗായത്രി പുഴയുടെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഇവർ 4 പേരും ഈ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയത്. ശ്രുതി, ഈ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിയ 4 പേരെയും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കരക്കെത്തിച്ചിരിക്കുന്നു. ഒരു വൃദ്ധ ഉൾപ്പെടെ 4 പേരായിരുന്നു ഇതിൽ കുടുങ്ങിപ്പോയത്. ഇവരെ 4 പേരെയും ഇപ്പോൾ ഉദ്യോഗസ്ഥർ സാഹസികമായി തന്നെ വിജയകരമായി തന്നെ കരക്കെത്തിച്ചിരിക്കുകയാണ്. 4ാമത്തെ ആളെയും ഇതാ കരക്കെത്തിച്ചു. അങ്ങനെ 4 പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഏറെ ആശ്വാസകരമാണ്. നേരത്തെ 1 മണിക്കൂർ ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഇവർ കുടുങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 മണിക്കൂർ മുൻപ് ഇവർ ഈ പുഴയിൽ അകപ്പെടുകയായിരുന്നു. പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായിരിക്കുന്നു അല്ലേ ഇക്ബാൽ? തീർച്ചയായും ശ്രുതി, വലിയ രീതിയിൽ ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ മുഴുവൻ ഉണ്ടായിരുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്ന് പുഴയുടെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. ഇനി 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി ഈ പാറക്കെട്ടിൽ ഉണ്ട്. അവരെയും കൊണ്ട് ഇനി മറ്റു ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയ വനിത ഉൾപ്പെടെ 4 പേരെയും സാഹസികമായി ഈ പുഴ കടത്തി ഇങ്ങോട്ടേക്ക് തിരിച്ച് കരയിലേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് സാധിച്ചു. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു, സാഹസികമായിരുന്നു. കാരണം ചിറ്റൂർ പുഴയുടെ അല്ലെങ്കിൽ ഗായത്രി പുഴയുടെ ഈ ജലനിരപ്പ് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയെല്ലാം വകിച്ചു മാറ്റിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ആ രക്ഷാപ്രവർത്തനം വിജയകരമായിരിക്കുന്നു. ഈ 4 പേരും കുടുങ്ങിയ ഈ പാറക്കെട്ടിലേക്ക് കയറുകൾ എത്തിച്ച് വടം നിർമ്മിച്ച് ആ വടത്തിലേക്ക് കുടുങ്ങിപ്പോയ ആളുകൾക്ക് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ധരിപ്പിച്ച് ആ ലൈഫ് ജാക്കറ്റ് ഈ വടവുമായി ബന്ധിപ്പിച്ച് ഓരോ ആളുകളെയും കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യം ഒരു യുവാവിനെ എത്തിച്ചു, പിന്നീട് കുടുങ്ങിപ്പോയ വനിതയെ ഉൾപ്പെടെ എത്തിച്ചു.
ഇപ്പോൾ ദൃശ്യങ്ങൾ ഒരു പക്ഷേ വ്യക്തമായിരിക്കും. ഓരോ ആളുകളെയും അങ്ങനെ ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. ഇക്ബാൽ, എന്തായാലും ആശ്വാസകരമായിരിക്കുന്നു ആ 4 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൽ. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു 4 പേരും. ഇവരാണ് കുടുങ്ങിയത്. നർണി ആലാങ്കടവ് കോസ്വേക്ക് താഴെയാണ് ഇവർ ഇറങ്ങിയത്. ഇവരാണ് കുടുങ്ങിയത്. ഒടുവിൽ ഇവരെ രക്ഷിച്ചെടുത്തിരിക്കുന്നു. 4 പേരെയും രക്ഷിച്ച് കരക്കെത്തിച്ചിരിക്കുന്നു. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.